ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2024 ആഗസ്റ്റ് 11 മുതൽ 17 വരെ, അതായത് മലയാള മാസം 1199 ആണ്ട്, കർക്കിടക മാസം 27 മുതൽ മലയാള മാസം 1200 ആണ്ട് ചിങ്ങം 1 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ചൊവ്വയും വ്യാഴവും, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി സൂര്യനും, പുത്രസ്ഥാനത്ത് ബുധശുക്രന്മാരും, ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവ ഗുണം വർദ്ധിക്കും. വിദ്യാഗുണം കാണുന്നു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടും. സന്താനലാഭവും ധനസമൃദ്ധിയും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. ബന്ധുക്കളുമായി സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് സാധ്യത. അഗ്നി, ആയുധം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. കാര്യതടസ്സത്തിന് സാധ്യതയുണ്ട്. രോഗം വർദ്ധിക്കാൻ സാധ്യത. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഭദ്രകാളി പ്രീതിയും ശ്രീകൃഷ്ണ പ്രീതിയും വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ചൊവ്വയും വ്യാഴവും, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി സൂര്യനും, സുഖസ്ഥാനത്ത് ബുധശുക്രന്മാരും, കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖവും സ്വജനവിരഹവും ഉണ്ടാകും. ജനിച്ച സ്ഥലം വിട്ടു പോകേണ്ടതായി വരാം. ധനപരമായ വൈഷമ്യങ്ങൾ ഉണ്ടായേക്കാം. അനുഭവ ഗുണമുണ്ടാകും. പുതിയ ഗൃഹത്തിൽ താമസിക്കാൻ യോഗം കാണുന്നു. ബന്ധുസമാഗമവും യാത്രാഗുണവും കാണുന്നു. വാഹന ശയനസുഖം, അധികാരപ്രാപ്തി എന്നിവയുണ്ടാകാം. ദുഷ്കർമ്മങ്ങളിൽ ആസക്തി വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും ദേവീപ്രീതിയും വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി സൂര്യനും, സഹോദരസ്ഥാനത്ത് ബുധശുക്രന്മാരും, ഭാഗ്യസ്ഥാനത്ത് ശനിയും, വ്യയസ്ഥാനത്ത് ചൊവ്വയും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹപീഡയും വിഭവനാശവും ഉണ്ടാകും. ശത്രുഭയവും കലഹവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഐശ്വര്യം, ആജ്ഞാശക്തി, വസ്ത്രാഭരണ ലാഭം എന്നിവ ഉണ്ടാകും. ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സം ഉണ്ടായേക്കാം. അവിചാരിതമായ ഭാഗ്യങ്ങൾ തേടി വരാൻ സാധ്യതയുണ്ട്. ദൂരദേശങ്ങളിലേക്ക് യാത്ര പോകാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും ധനസ്ഥാനത്തുമായ ആദിത്യനും, ധനസ്ഥാനത്ത് ബുധശുക്രന്മാരും, അഷ്ടമത്തിൽ ശനിയും, ലാഭസ്ഥാനത്ത് ചൊവ്വയും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസൗഖ്യം കുറയും. കോപം നിയന്ത്രിക്കണം. ധനസമൃദ്ധി ഉണ്ടാകും. വാക്കുകൾ ശ്രദ്ധേയമാകും. പലവിധ സുഖാനുഭവങ്ങൾ ഉണ്ടാകും. രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും. വളർത്തുമൃഗങ്ങൾക്കും ബന്ധുക്കൾക്കും കഷ്ടത വർദ്ധിക്കും. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരും. ദോഷപരിഹാരാർത്ഥം ശിവഭജനവും ശാസ്താഭജനവും നടത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയഭാവത്തിലും ജന്മത്തിലുമായി ആദിത്യനും, ജന്മത്തിൽ ബുധശുക്രന്മാരും, കളത്രസ്ഥാനത്ത് ശനിയും, കർമ്മസ്ഥാനത്ത് കുജനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. വാക്കുപിഴ ഉണ്ടാവാതെ സൂക്ഷിക്കുക. ശയന സുഖാനുഭവങ്ങളും മൃഷ്ടാന ലാഭവും ഉണ്ടാകും. കാര്യവിജയം, ഭയം, സുഖം എന്നിവയ്ക്ക് സാധ്യത. എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലാകും. യാത്രാഗുണം കുറയും. കർമ്മരംഗത്ത് പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്ര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനിയും, ഭാഗ്യസ്ഥാനത്ത് കുജനും വ്യാഴവും, ലാഭസ്ഥാനത്തിലും വ്യയസ്ഥാനത്തിലുമായ ആദിത്യനും, വ്യയസ്ഥാനത്ത് ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. പല മാർഗങ്ങളിലൂടെയുള്ള ധനലാഭം, ശത്രുഭയം, രോഗവർദ്ധനവ് എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നു. ധനം മുടക്കി ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കണം. കാര്യവിജയം, വസ്ത്രലാഭം എന്നിവ വന്നു ചേരും. രോഗശാന്തിയും ശത്രുനാശവും ഉണ്ടാകും. ആജ്ഞാശക്തിയും സാമർഥ്യവും വർദ്ധിക്കും. ശരീരസുഖം കുറയും.
ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഭദ്രകാളി പ്രീതി വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ ചൊവ്വയും വ്യാഴവും കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായി സൂര്യനും ലാഭസ്ഥാനത്ത് ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാഗ്യസിദ്ധി, കാര്യലാഭം, സുഖാനുഭവ യോഗം എന്നിവ ഉണ്ടാകും. ദ്രവ്യത്തിനും പുത്രന്മാർക്കും ബുദ്ധിക്കും വൈഷമ്യം ഉണ്ടാകും. വ്രണാദി രോഗങ്ങൾക്കും ശത്രുശല്യത്തിനും സാധ്യത. അരിഷ്ടതയ്ക്കും ബന്ധനത്തിനും സാധ്യതയുണ്ട്. കർമ്മപുരോഗതി, പലവിധമായ സുഖാനുഭവങ്ങൾ എന്നിവയ്ക്ക് യോഗം കാണുന്നു. നിർഭയത്വവും മനസ്സന്തോഷവും കുടുംബസുഖവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും ഭദ്രകാളി പ്രീതിയും വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് ചൊവ്വയും വ്യാഴവും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി സൂര്യനും കർമ്മസ്ഥാനത്ത് ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. മാനസികമായ അസ്വസ്ഥത, അപമാനം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വാഹനങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കും നാശം, പണച്ചെലവ് എന്നിവ ഉണ്ടാകാം. സ്ത്രീ സൗഖ്യവും പുത്രലാഭവും ഉണ്ടാകാം. ദാമ്പത്യ കലഹത്തിനും വയറിന് അസ്വസ്ഥതയ്ക്കും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് ചൊവ്വയും വ്യാഴവും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി സൂര്യനും ഭാഗ്യസ്ഥാനത്ത് ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനപ്രാപ്തി, ആരോഗ്യവർദ്ധനവ്, സർവാഭീഷ്ടസിദ്ധി എന്നിവയ്ക്കുള്ള യോഗം കാണുന്നു. ശത്രുശല്യം വർദ്ധിക്കും. സ്വർണ്ണലാഭവും ധനവർദ്ധനവും ഉണ്ടാകും. ഭയം, അകാരണമായ കലഹം എന്നിവ ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് ചൊവ്വയും വ്യാഴവും കളസ്ത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി സൂര്യനും അഷ്ടമത്തിൽ ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. വാക്കുപിഴ, നയനരോഗങ്ങൾ, വിദ്യാതടസ്സം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ഉചിതമല്ലാത്ത ചിന്തകൾ മനസ്സിനെ അലട്ടും. സജ്ജന സംസർഗവും സർക്കാർ ആനുകൂല്യങ്ങളും സിദ്ധിക്കും. ശാരീരിക അധ്വാനം വർദ്ധിക്കും. ധനപുഷ്ടി, കാര്യവിജയം എന്നിവ ഉണ്ടാകും. ഗൃഹവാഹന ഉപകരണങ്ങൾ ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരുട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും സുഖസ്ഥാനത്ത് വ്യാഴവും ചൊവ്വയും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ സൂര്യനും കളത്രസ്ഥാനത്ത് ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരസുഖക്കുറവ് അനുഭവിക്കേണ്ടി വരും. നാൽക്കാലികളിൽ നിന്ന് ഭയമുണ്ടാകും. ബന്ധുക്കളെ കൊണ്ട് ദുഃഖത്തിന് സാധ്യത. ശത്രുനാശം, സുഖം, കാര്യലാഭം, ഐശ്വര്യം എന്നിവ ഉണ്ടാകും. ഭാര്യാസുഖത്തിനും ഉറക്കക്കുറവിനും സാധ്യത. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും ശിവപ്രീതിയും വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരുട്ടാതി അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശനിയും സഹോദരസ്ഥാനത്ത് കുജനും വ്യാഴവും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി സൂര്യനും ശത്രുസ്ഥാനത്ത് ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാര്യാപുത്രാദികൾക്ക് കഷ്ടത ഉണ്ടായേക്കാം. കാര്യവിജയം, ശത്രുനാശം, ധനവരവ് എന്നിവ ഉണ്ടാകും. സഹോദര ഗുണം കുറയും. ഇഷ്ടജനങ്ങളുമായുള്ള വേർപാടിന് സാധ്യത. മനസ്സിന് അസ്വസ്ഥത വർദ്ധിക്കും. കാര്യവിജയം, സൗഭാഗ്യ അനുഭവങ്ങൾ, ഉന്നത സ്ഥാനപ്രാപ്തി എന്നിവയ്ക്ക് യോഗമുണ്ട്. രോഗാരിഷ്ടതകളും ഒറ്റപ്പെടലും ഉണ്ടാവാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക.